എന്തേ നിർത്തിയത്? എഴുതാൻ മൂട് വന്നുണ്ടോ? നമുക്ക് വീട്ടിൽ പോവാം. എന്നെ സന്തോഷിപ്പിക്കാൻ നീ കണ്ടെത്തിയ സ്ഥലമല്ലേ? ശരിയാ. എന്തോ എനിക്കിപ്പോ പേടി തോന്നുന്നു. അരുതാത്ത എന്തെങ്കിലും നിന്റെ കൃഷ്ണൻ പറഞ്ഞോ? ആരാ നിന്റെ കൃഷ്ണൻ? ഇന്നലെ വരെ എന്റെ കൃഷ്ണന് ആൾരൂപമില്ലായിരുന്നു. എങ്കിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്റെ കവിതകളിൽ. എന്നാൽ ഇന്ന് ഒന്ന് പാട്, ഞാനും കൂടി അറിയട്ടെ അവൻ ആരാന്ന്. നോക്കി പേടിപ്പിക്കാതെ. ഒരു നിമിഷം മതി നിന്നെ എനിക്ക് കായലിലേക്ക് വലിച്ചെറിയാൻ. ഒരു കൃഷ്ണൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. പാടടി. എന്നെ അപമാനിക്കാൻ നീ പാടിയതാണെങ്കിലും എനിക്കത് കേൾക്കണം. ഞാൻ അറിയാതെ പാടിപ്പോയതാ. വേദനിച്ചെങ്കിൽ മാപ്പ് തരണം. തരാം. അതിനു മുൻപ് പീലി വിടർത്തിയാടുന്ന എന്റെ കൃഷ്ണനെ എനിക്കൊന്ന് കാണണം. മോള് പാട്. കഴിയാഞ്ഞിട്ടാ ചന്ദ്ര. പാടടി. പാടാൻ ഇല്ലേ? ഇല്ല എങ്കിൽ നീ പാടും. നിന്റെ ഒടുക്കത്തെ പാട്ടെന്ന് നീ പാടും. ഒരു പേഷ്യന്റ് അകത്തുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓ, മാഡം. ഇപ്പൊ ചാവെന്ന് പറഞ്ഞ ഇരിപ്പ് എന്തൊരു ബലം. എല്ലാ ടെസ്റ്റിനും കുറിച്ചിട്ടുണ്ട്. പോരാത്തതിന് സ്കാനിങ്ങും ഒക്കെ മൂപ്പർക്ക് ഷെയറുള്ള സ്ഥലമായിരിക്കും. എന്ത് ചെയ്യാം, കൈപ്പുണ്യുള്ള കൈയായിപ്പോയി. ആ കേക്കട്ടെ. പിന്നെ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നേരം ശ്രമിച്ചോ? ഇവിടെ എന്തെങ്കിലും വേദന? ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ വേദന കാണണമല്ലോ. ഇല്ല സർ. ഭദ്രയുടെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്റ്റുഡൻസ് ആരോ പറഞ്ഞു അസലായിട്ട് പാടുമെന്ന്. ഏതെങ്കിലും ഫംഗ്ഷന് പാടിയിട്ടുണ്ടോ? ഇല്ല, 1-2 തവണ ഹോസ്റ്റലില്. ആ മതിയല്ലോ. കഴുത കരച്ചിലും പാട്ടാണെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കാൻ അത് മതി. ആ എന്ത് കരച്ചിലാണെങ്കിലും ഒന്ന് കേൾക്കാം. എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും ഐ എം എ ലവർ ഓഫ് മ്യൂസിക്. നന്നായി ഞാൻ മ്യൂസിക് കണ്ടക്ട് ചെയ്യും. കാണണോ? ഇനി ഭദ്രയുടെ ടേണാണ്. പാടിക്കോളൂ. കമോൺ സ്റ്റാർട്ട്. 1 2 3 4. ട്രൈ. കമോൺ. കഴിയുന്നില്ല ഡോക്ടർ. താൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. വർത്താനം പറഞ്ഞാൽ പുറത്ത് കേൾക്കുമെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ മതി പാട്ടാകാൻ.
പഠിച്ച പുസ്തകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിരണോ? സാർ ഞാൻ ഒരുപാട് ശ്രമിച്ചു. നിങ്ങൾ രണ്ടാളും ഡോക്ടർ ശ്യാം സുന്ദറിനെ കണ്ട് ഒരു കൗൺസിലിംഗ് നടത്ത്. താനൊരു കുഞ്ഞിന് ജന്മം കൊടുക്ക്. നിങ്ങൾ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചോ. മനസ്സിലായി? മനസ്സിലായി. ഇനി താമസിപ്പിക്കണ്ട. ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ കരച്ചിലൊക്കെ ആകുമ്പോൾ താനേ ശരീരം പഠിക്കുള്ളൂ. പിന്നെ എപ്പോഴാടോ വഴക്കിടാൻ സമയം? മോളെ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റു. കാപ്പിയും കുടിച്ചു. ആ. എനിക്ക് നിന്നെ കൂടാതെ വേറൊരു മോളോടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ ഡോക്ടർ ഭദ്ര. ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ക്ലിനിക്കിൽ വെച്ച്. എന്താ നിർത്തിയത്? ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയുടെ ഒരു ചിത്രമുണ്ട്. അസലൊരെണ്ണം. സാറ് തന്നതാ. എന്തിനാ വെറുതെ വിഷയം മാറ്റണേ? ക്ലിനിക്കിലെ മോളെ കാണാൻ വേണ്ടി ഒരിക്കൽ ഭദ്ര വന്നു. അന്ന് നീ നല്ല മയക്കത്തിലായിരുന്നു. അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ എണ്ണി നോക്കണേ? ഒക്കെ റേഷനല്ലേ. 1 2 എണ്ണത്തിൽ തെറ്റിന്ന് വരും. ശരി, ഇതാ കിടക്കുന്നു. നിങ്ങൾ രണ്ടോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 1 2 പേഷ്യൻസിനെ കണ്ടിട്ട് വരാം. എത്ര എണ്ണം വലിച്ചു തള്ളിയെന്നറിയോ? നീ ഇടയായിട്ട് ഉഴപ്പാണ്. ഒരു കണ്ണ് ഇവിടെ ഗായത്രിയുടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിന്റെ കണ്ണ് റോഡിലും ചുറ്റുവട്ടത്തെ ബാൽക്കണികളിലുമാണ് അല്ലേ? എന്താണ് ഒരു രഹസ്യ വാർണിംഗ്? ഈ മോൾ ഒരു കുഴപ്പവും ചെയ്യില്ല. അച്ഛന് ധൈര്യമായിട്ട് പേഷ്യൻസിനെ പിടിയ കാശും ഉണ്ടാക്കാം. വൈകിയപ്പോ ഞാൻ കരുതി വരില്ല എന്ന്. മോളെ ഭദ്ര പറഞ്ഞറിയാം. ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ടോ? ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയില് മാധവനായുടെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭദ്ര പറഞ്ഞു തന്നെയുള്ള അറിവാണ്. പക്ഷെ അത് ഇത്രയും മനോഹരമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവള് വന്നാ സാധാരണ അന്ന് തന്നെ തിരിച്ചു പോവും. ഇന്നങ്ങനെ ആവില്ലല്ലോ. ഒരു ചേഞ്ച് വേണമെന്നുണ്ട്. വരൂ. എന്താ ധൈര്യം ചേച്ചിക്ക് ആ പാറമേൽ നിൽക്കാൻ?